ഡൽഹിയിൽ അടൽ ബിഹാരി വാജ്പേയി അനുസ്മരണ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതിപഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്താനായി എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. വിവരങ്ങളുമായി ആദർശ് ചേരുന്നു. श्री रोहित देव जी से कि वे भजनों के माध्यम से श्रद्धेय अटल जी को अपनी स्वरांजलि अर्पित करें। आप एक सुप्रसिद्ध गायक हैं। पिछले 20 वर्षों से देश विदेश के मंचों पर आपने अपनी मधुर वाणी द्वारा एक विशिष्ट पहचान बनाई है। श्री रोहित देव जी। धन्यवाद। सर्वप्रथम सभी गणमान्यों को मेरा प्रणाम। और जैसा कि आप सभी को विदित है कि हमारा देश प्रभु जी प्रभु जी तुम चंदन हम पानी पानी जाकी अंग अंग बास समानी जाकी अंग अंग बास समानी प्रभु जी तुम चंदन हम पानी प्रभु जी तुम चंदन हम पानी जाकी अंग अंग बास അവിടെ പുഷ്പാർച്ചന അതുപോലെ തന്നെ പ്രാർത്ഥന പരിപാടികളൊക്കെ അവിടെ ഒരുക്കിയിരിക്കുന്നു. അവിടുത്തെ ചടങ്ങുകൾ ഏതെല്ലാം നിലയിലാണ് നടക്കുക? കൂടുതൽ വിവരങ്ങൾ ആദർശ്. വിനോദ്, ഇന്ന് രാജ്യം അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണയിലാണ്. ഇപ്പോൾ സദൈവ് അടലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. നേതാക്കൾ അവിടെ പുഷ്പാർച്ചന നടത്തും. നമുക്കറിയാം, BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, രാജ്യത്ത് 3 തവണ പ്രധാനമന്ത്രി പദത്തിലെത്തിയ നേതാവ്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയമായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യം BJP നേതാക്കൾ നൽകുന്നത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിനം BJP സമുചിതമായി ആചരിക്കുന്നത്. പാർട്ടി ആസ്ഥാനത്തടക്കം വാജ്പേയിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന ഉൾപ്പെടെയുള്ള അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കാരണം വാജ്പേയി എങ്ങനെയാണ് ഈ BJPയുടെ രൂപീകരണത്തിലേക്ക് എത്തിക്കുന്ന ദേശീയത എന്ന ആശയത്തെ രാജ്യത്തെ ഓരോ ഗ്രാമങ്ങളിലും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ. ഈ പ്രസംഗത്തിൽ അദ്ദേഹം കവിതകൾ ചൊല്ലുമായിരുന്നു. ഈ കവിതകളിലൂടെയൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ ആശയത്തെയാണ് ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചത്. ഇന്നും പലപ്പോഴും പലരും മികച്ച പ്രഭാഷകൻ, അതുമല്ലെങ്കിൽ മികച്ച പ്രാസംഗികൻ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായി AB വാജ്പേയി എന്ന് പറയുന്നു. കാരണം അദ്ദേഹം ഹൃദയം കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഭാരതത്തിലെ ഗ്രാമീണ ജനതയോട് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വാജ്പേയിയാണ് ഈ ദിനത്തിൽ രാജ്യം സ്മരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, നയതന്ത്ര രംഗത്ത്, പ്രത്യേകിച്ച് വിദേശകാര്യ രംഗത്ത് വാജ്പേയി നടത്തിയ ഇടപെടലുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറെ നിർണായകമായ, ഭീകരവാദത്തിനോട് സന്ധിയില്ലാതെ എന്നാൽ അയൽപക്ക രാജ്യങ്ങളോടൊക്കെ മികച്ച ബന്ധം സൃഷ്ടിക്കുന്നതിന് വാജ്പേയി എന്ന നയതന്ത്രജ്ഞൻ സ്വീകരിച്ച നിലപാടുകളിലൂടെ കഴിഞ്ഞിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ഈ രാഷ്ട്രത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്, അത് പല വിഷയങ്ങളും രാഷ്ട്രത്തിന്റെ വികസനത്തെ സംബന്ധിച്ച്. വാജ്പേയി അനുസ്മരണ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്ര പ്രതിരോധ മന്ത്രി प्रभु जी तुम चंदन हम पानी
ഡൽഹിയിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്ത് പുഷ്പാർച്ചനയും അതേപോലെ തന്നെ പ്രാർത്ഥനാ ഗീത ആലാപനവും ഒക്കെ തന്നെ നടക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഡൽഹി മുഖ്യമന്ത്രി, വിവിധ കേന്ദ്രമന്ത്രിമാർ, വിവിധ സന്യാസി ശ്രേഷ്ഠന്മാർ, വിവിധ മതാചാര്യന്മാർ തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഒക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, അടൽ ബിഹാരി വാജ്പേയി ആണ് ഭാരതത്തിൽ BJP ഭരണത്തിന് തുടക്കം കുറിച്ച ആദ്യ പ്രധാനമന്ത്രി എന്ന് പറയാം. അദ്ദേഹം ആദ്യം 13 ദിവസമാണ് ഭരിച്ചത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ തന്നെ ജനാധിപത്യ ഭാരതം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. വാജ്പേയി ആണ് ഇന്നത്തെ നിലയിലുള്ള ഒരു NDA സംവിധാനം, ഒരു മുന്നണി സംവിധാനത്തിന് തുടക്കം കുറിച്ച ആൾ കൂടിയാണ്. അത്തരത്തിൽ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 8 വർഷം പൂർത്തിയാവുകയാണ്. നമുക്ക് അടൽജിയുടെ സ്മൃതിപഥത്തിൽ നടക്കുന്ന ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. को कहाँ ढूंढे बंदे, मैं तो तेरे पास में, मोको कहाँ ढूंढे बंदे, मैं तो तेरे पास में, ना मैं जप में ना मैं तप में, को कहाँ ढूंढे बंदे। വാജ്പേയി അനുസ്മരണ ചടങ്ങ് ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.